മുടിക്ക് മുബാറക്ക് പറയാൻ പാടുണ്ടോ, മുടി നബീൻ്റെ അതാണോ അല്ലേ എന്നുള്ള എല്ലാ തർക്കവും. ഈ മുടിക്ക് മുബാറക്ക് പറയാൻ പാടുണ്ടോന്നും ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പാടില്ല. കാരണം എന്താ, ഖുർആൻ അള്ളാഹു ഉപയോഗിച്ച മുബാറക്കൊക്കെ പരിശോധിച്ച് നോക്കുക, അതൊന്ന് കഅബക്കാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് നബിക്ക് പോലും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിക്ക് പറഞ്ഞു ഇന്ന അവല ബൈത്തി മുതൽ ഇന്നാസല്ലദീ ബക്കത്ത മുബാറക്ക്. അതാണ് അള്ളാഹുവിൽ ആദ്യം മനുഷ്യർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന മുബാറക്കിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ അറിവ്, അനുവാദം, അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന, അത് ആളാകട്ടെ വസ്തുവായിട്ട് എന്തുമാട്ടെ, അതിനെ മുബാറക്ക് പറയാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു നോക്കുക, ഖുർആനിലാണ് മുബാറക്ക് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കും, നിനക്കിതാ നാം ഒരു അനുഗ്രഹീതമായ എന്ന് പറഞ്ഞാൽ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് ഇവിടുന്ന് അള്ളാഹു അറിയാതെ കൊടുത്തതല്ല. എൻ്റെ അറിവും എൻ്റെ അനുവാദവും എൻ്റെ ആശീർവാദവും എന്നാണ് അള്ളാഹു ആ പദത്തിൻ്റെ അർത്ഥം. അങ്ങനെ അള്ളാഹുവിൻ്റെ അറിവും അനുഗ്രഹവും, അതുകൊണ്ട് അത്വൽ മുബാറക്കാത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്.